എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. ഇത്രയും സഹായിച്ചതിന്. ഇതെൻ്റെ വാക്കുകളല്ല. ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി അവർകളുടെ വാക്കുകളാണ്. കേരളത്തിൽ ഒരു മാസക്കാലം മുമ്പ് വരെ എല്ലാ ചാനലുകളും പത്രങ്ങളും സുരേഷ് ഗോപിയോട് ആവശ്യത്തിനും അനാവശ്യത്തിനും വാക്കുകൾ ചോദിച്ചും പ്രകോപിപ്പിച്ചും അദ്ദേഹത്തിനെ വല്ലാതെ ട്രോൾ ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം തീരുമാനിച്ചു കാണും, ഞാനൊരു മന്ത്രിയാണ്, ഞാനിങ്ങനെ ആവശ്യമില്ലാതെ വാ തുറന്ന് വിവാദങ്ങളിലും തർക്കങ്ങളിലേക്കും പോകണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തത്. എന്തായാലും പ്രശ്നങ്ങളോട് അദ്ദേഹം നന്നായി പ്രതികരിക്കുന്നുണ്ട്. കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ പ്രശ്നം വന്നപ്പോൾ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം അവരോട് ആവശ്യപ്പെട്ടു, കൗൺസിലിൻ്റെ കേരള ഘടകം അവരോട് ആവശ്യപ്പെട്ടു, സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അപ്പോൾ തന്നെ അത് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി. ആശാ വർക്കേഴ്സിൻ്റെ അവിടെ പോവുകയും അദ്ദേഹം കുട കൊടുക്കുകയും ഒരുപാട് സഹായം ചെയ്യുകയും ചെയ്തിട്ട്, പക്ഷേ ആശാ വർക്കേഴ്സ് തന്നെ ഒരു നന്ദിയുമില്ലാതെ വർത്തമാനം പറഞ്ഞു. ഒരു നന്ദികേടാണ് പറഞ്ഞത്. ഇതിനി ഓർഡറുമായിട്ട് ഇവിടെ വന്നാൽ മതി എന്നൊരു നന്ദികേട് പറഞ്ഞു. ഒരിക്കലും പറയാൻ പാടില്ല. കുട വാങ്ങി, സന്തോഷം വാങ്ങി, സെൽഫി എടുത്തു, എല്ലാം ചെയ്തിട്ട് പിന്നെ തള്ളിപ്പറയുന്നത് ഒരു സുഖമുള്ള രാഷ്ട്രീയമല്ല. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സുരേഷ് ഗോപി സാർ ഇടപെട്ട് നമുക്ക് ആ ഓർഡർ വാങ്ങിത്തരണം എന്ന് പറയുന്നതിന് പകരം അല്ലാതെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ ഞാനായാലും ആരായാലും അതൊരു സങ്കടമായൊരു കാര്യം. അങ്ങനെ പല രൂപത്തിൽ മാനസികമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചു. അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനല്ലേ, സിനിമാ നടനായി, കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത, തെറ്റുകളും തെമ്മാടിത്തരങ്ങളും അഴിമതിയും നടത്തി മെയ്വഴക്കം വന്നിട്ടില്ലാത്തൊരു ശരാശരി രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. സിനിമാ ലോകത്തുനിന്ന് വന്നു. സിനിമയിൽ തന്നെ അദ്ദേഹം വളരെ പഞ്ച് ഡയലോഗുകൾ അടിക്കും. അത് അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ വന്ന് കുറേ കാര്യങ്ങളിൽ ഇടപെടാം എന്ന് വിചാരിച്ചു. അദ്ദേഹം കോൺഗ്രസ്സിൽ ചേരാൻ തീരുമാനിച്ചു. കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ്സുകാർ കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം മോഡിയുടെ മാസ്മരിക വലയത്തിൽപ്പെട്ട് മോഡിയുമായി ചേർന്നു. വളരെ വലിയ ബന്ധമായി. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിനൊക്കെ മോഡി അതിനുവേണ്ടി മാത്രം പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് ഗുരുവായൂർ വന്നു. അപ്പോൾ വളരെ വലിയ ബന്ധമാണ്, ഒരു ആത്മബന്ധമാണുള്ളത്, നല്ല സാധ്യതയാണുള്ളത്. അദ്ദേഹത്തെ മന്ത്രിയാക്കി, ആദ്യം എം പി ആക്കി, രാജ്യസഭയിൽ എം പി ആക്കി, പിന്നെ പാർലമെൻറ്റിൽ നിന്ന് മത്സരിച്ച്, തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് എം പി ആയി. ഒരുപാട് കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഈ വിവാദങ്ങൾക്കിടയിൽ വന്നപ്പോഴും അദ്ദേഹം കന്യാസ്ത്രീകളുടെ വീട്ടിൽ, കുടുംബത്തിൽ പോയി. കോതമംഗലത്ത് നടന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വീട്ടിൽ പോയി. പിന്നെ അവിടെ തൃശ്ശൂരിൽ ആക്രമണത്തിനിടയായ CPM BJP ആക്രമണത്തിനിടയായ BJPക്കാരെ ആശുപത്രിയിൽ കാണാൻ പോയി. അദ്ദേഹത്തിന് ചെയ്യേണ്ട എല്ലാ ഡ്യൂട്ടിയും കൃത്യമായി ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ഭാഗം. എനിക്കിനി സുരേഷ് ഗോപി സാറിനെ വ്യക്തിപരമായി പരിചയമുണ്ട്. പക്ഷേ ഒരുപാട് കാലമായി ഞങ്ങൾ സംസാരിച്ചിട്ട്, കുറേയധികം കാലമായി. തിരുവനന്തപുരത്ത് വെള്ളായണി കായലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നപ്പോൾ ചില ശ്രമങ്ങൾ നടത്തി. ആ സമയത്ത് ഞാനും ചില മീറ്റിങ്ങുകളിലും യോഗങ്ങളിലൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ TV ചർച്ചകളിൽ ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അറിയാം. പക്ഷേ ഞങ്ങളിപ്പോൾ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം, MP ആയതിനു ശേഷമൊന്നും ഒരു കോൺടാക്റ്റും ഇല്ല. എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ PAക്കാണ് അയച്ചു കൊടുക്കുന്നത്. അദ്ദേഹവുമായി കോൺടാക്റ്റ് ഇല്ല. അദ്ദേഹം ഈ വീഡിയോ കാണുമെന്ന് ഞാൻ കരുതട്ടെ. സുരേഷ് ഗോപി ഒരു മൗനത്തിലേക്ക് പോകുന്നത് ശരിയല്ല. താങ്കൾക്ക് പത്രക്കാരോട് കൃത്യമായി പ്രതികരിക്കാനില്ലെങ്കിൽ തീർച്ചയായും വേറെ വേദികളുണ്ട്. പ്രസ് റിലീസുകൾ കൊടുക്കാം, വളരെ കൃത്യമായ പ്രസ് റിലീസുകൾ ഇറക്കാം. ദൂരദർശൻ എന്നൊരു ചാനലുണ്ട്. ആ ചാനൽ വഴി താങ്കൾക്ക് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ താങ്കളെ വല്ലാതെ ട്രോളി ഉപദ്രവിച്ച് നശിപ്പിക്കാത്ത, താങ്കളുടെ ആഭിമുഖ്യമുള്ള ജനം പോലുള്ള ചാനലുകളുണ്ട്. അവർക്ക് ബൈറ്റ് കൊടുക്കാം, ഇൻ്റർവ്യൂ കൊടുക്കാം, സംവാദം കൊടുക്കാം. സംവാദം മീൻസ് ഡിബേറ്റ് അല്ല, ഇത് അഭിമുഖം കൊടുക്കാം. അങ്ങനെ താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തോട് സംവേദിക്കാം. ലേഖനം എഴുതാം. പത്രങ്ങൾക്ക് ലേഖനം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും സുരേഷ് ഗോപി കൊടുക്കുന്ന ലേഖനം പത്രം ഇടാതിരിക്കില്ല. വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ഇടും പത്രം. അപ്പോൾ അങ്ങനെ പല രൂപത്തിൽ സംസാരിക്കാം. അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് ആയിട്ട് വിളിച്ചും സംസാരിക്കാം. ഇപ്പോൾ മോഡിയെക്കുറിച്ച് വലിയ ആക്ഷേപമുള്ളപ്പോഴും പോഡ്കാസ്റ്റിലും മണിക്കൂർ 2.5 മണിക്കൂറാണ് പോഡ്കാസ്റ്റിനൊക്കെ ഇരുന്ന് കൊടുത്തത്. അപ്പോൾ ആ നിലയിൽ വളരെ കൃത്യമായി താങ്കൾ ജനങ്ങളോട് സംവേദിക്കണം. ദൂരദർശൻ എന്നുള്ള മാധ്യമമുണ്ട്, അവിടെയൊന്നും ഒരു വിവാദവും ഇല്ലല്ലോ. അതുപോലെ ജനം TV ഉണ്ട്. പിന്നെ മറ്റ് പല ചാനലുകളിലും താങ്കളെ ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ താങ്കളെ വല്ലാതെ പ്രകോപിപ്പിക്കാത്ത ഒരുപാട് റിപ്പോർട്ടർമാരുണ്ട്, ആങ്കർമാരൊക്കെ ഉണ്ടല്ലോ, സീനിയറായിട്ടുള്ള. അവർ വഴിയുമൊക്കെ താങ്കൾക്ക് സമൂഹത്തോട് പറയുവാനുള്ളത് താങ്കൾ പറയണം. എന്തെന്നാൽ താങ്കൾ പറഞ്ഞില്ല എന്ന് വിചാരിച്ച് മന്ത്രിപദത്തിനൊന്നും സംഭവിക്കത്തില്ല, ഈ രാജ്യത്ത് ഒരു ബോംബും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ മൗനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല.
ആരെങ്കിലും മൗനമാക്കാനിരുന്നാൽ നമ്മൾ മൗനിയാകരുത്. അത് കൃത്യമായി നമ്മൾ പറയണം. അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമാണ്. കുറേ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മാപ്രകളോ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുസമൂഹമോ സോഷ്യൽ മീഡിയയോ നമ്മെ ട്രോളി തല്ലി ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ പെരുമ്പാമ്പാവണം. തീർച്ചയായും അങ്ങ് പറയണം, അങ്ങ് ഈ മൗനം വെടിയണം, സമൂഹത്തോട് സംസാരിക്കണം. കാരണം അവസാനവും ആദ്യവും തുടക്കവും ഒടുക്കവും എല്ലാം പ്രതിപത്തി ഈ നാട്ടിലെ നിരാലംബരായ നിരാശ്രയരായ ജനകോടികളാണ്. അവരുടെ മനസ്സിൽ സുരേഷ് ഗോപി എന്ന ബിംബം നന്നായി തന്നെ ഉണ്ട് എന്ന് ബഹുമാന്യനായ സുരേഷ് ഗോപിജി മനസ്സിലാക്കുക. നിങ്ങൾ അവരോട് സംവേദിക്കുക. പക്ഷേ അതിലൊരു മീഡിയം എന്നുള്ള നിലയിൽ ഈ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തുക. മൗനം വെടിയുക. കൃത്യമായി അങ്ങയുടെ ഭാഗം പ്രതികരിക്കുക. അത് നേരിട്ട് അല്ലാതെയും ചെയ്യാൻ അവസരങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തുമെന്ന് കരുതട്ടെ.